ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖമാണോ? സുഖമായിരിക്കട്ടെ. സുഖം സമ്മാനം സന്തോഷവും ആയുസ്സും ആരോഗ്യാഭ്യത്തും ദീർഘായുസ്സും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ആങ്ങളമാർ, ഞാൻ, അനിയത്തിമാർ, എൻ്റെ ഭർത്താവ്, മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, എത്തിയമക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, എൻ്റെ ലൈവിൽ വരുന്ന എല്ലാ മക്കൾക്കും പഠിച്ചവനെ ആയുസ്സും ആരോഗ്യാഭ്യത്തും സന്തോഷം സമ്മാനം ദീർഘായുസ്സും കിട്ടട്ടെ. ലൈവിൽ വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് പറയും നമ്മളോട് ക്യാൻസറിൻ്റെ അസുഖം, കാല് എല്ല് പൊട്ടിയ അസുഖം, വീണിട്ട് തലക്ക് പരിക്ക് പറ്റിയത്, അങ്ങനെ പല പല രോഗം പലരും പറയുന്നുണ്ട്. എല്ലാവരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും അസുഖം അള്ളാഹു ഷിഫാക്കി കൊടുക്കട്ടെ. മാറാരോഗം വരാതിരിക്കട്ടെ. വന്ന രോഗം അള്ളാഹു ഷിഫാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. നമ്മൾ പള്ളിയിൽ പോവാണ് കേട്ടോ. ബസ്സിൽ പോവാൻ വിചാരിച്ചു. കുറേ ദൂരമുണ്ട്. മലപ്പുറം ഭാഗത്തേക്കുള്ള പള്ളിയാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ബസ്സിൽ പോകാമെന്ന്. ടൂ വീലറിൽ പോയാൽ ശരിയാവില്ല. അപ്പം അങ്ങനെ നമ്മൾ ബസ്സിൽ പോവുകയാണ്. എനിക്കിഷ്ടമാണ് ബസ്സിൽ പോകാൻ. ഭയങ്കര പൂതിയാണ് ബസ്സിൽ പോകാൻ. ടൂറ് പോകുമ്പോൾ അങ്ങനെ ഇരുന്ന് നാടും കണ്ട് പോകാമല്ലോ. ടൂ വീലറുമ്പോൾ തന്നെയല്ല നമ്മളെല്ലാവരും പോകണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ കാട്ടി വേറെ നിങ്ങൾ കയറുമ്പോൾ വേഗം പാഞ്ഞ് കയറിയല്ലോ എന്നെ അവിടെ ഇട്ടുങ്ങാണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്ക് ഇറങ്ങാനും കൈ കഴിക്കും അല്ല. അപ്പോൾ ഒരു കുപ്പി വെള്ളം എന്തെങ്കിലും തിന്നാനോ വാങ്ങിക്കോണ്ട്. നമ്മളെങ്ങനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെത്തി മക്കളെ. കോഴിക്കോട് കൊല്ലംകിന പോകുമോ ചോദിക്കൂ. ഇപ്പുറം കുത്തി തമ്പത്തി ഞാനാ കൊണ്ടുകൊടുത്തിട്ടാണ്. ഇപ്പുറം കുത്തി നിർത്തി ആയിട്ടില്ല. അത് നിർക്കട്ടെ. എന്നിട്ട് ഇതാ തോന്നുന്നു നോണ്ടി കളിക്കുന്നു. ഹലോ ആയ് മക്കളെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോവാണ്. പാറപ്പള്ളി ജാടിതാ മായ ഇല്ലായിരുന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് പോയി വരാൻ. മഴ ഉണ്ടാകുമ്പോൾ എങ്ങനെയായാലും വണ്ടിയിൽ നിന്ന് കയറുക ഇറങ്ങും ചെയ്യുമ്പോൾ കുഴ പിടിക്കണോ, അത് തുറക്കണോ, അത് വല്ലാത്തൊരു പാടാണ്. അതില്ലാത്തതും കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ അവിടുന്ന് ബസ്സൊക്കെ കയറി ഇറങ്ങി. 2-3 ബസ് കയറണം, ഓട്ടോറിക്ഷ കയറണം. അങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയും കയറി പോവുകയാണ്. ബസ്സൊക്കെ ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്നെങ്കിൽ അടുത്തുള്ളൂ. ബസ് അതിൻ്റെ മുമ്പത്ത് തന്നെ പോയി ഇറങ്ങണ ബസ്സുണ്ട്. പക്ഷെ ആ ബസ് നമുക്ക് കിട്ടിയില്ല. നേരം പോയി നമ്മൾ വരാൻ. അപ്പോൾ ഇതിന് ബസ്സിലായിട്ട് പോയി. അങ്ങനെയൊക്കെയാണ് മക്കളെ. തൊപ്പിയും കുപ്പായും ഇതൊക്കെ ഇട്ടതാണ്. പക്ഷെ അതൊന്നും തലയിൽ നിൽക്കില്ല. കുഞ്ഞി തലാണല്ലോ. തലേന്ന് തൊപ്പി അങ്ങ് ഊരിപ്പോവും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായാലും വേണ്ടിയില്ല. പള്ളിക്ക് പോകുമ്പോൾ ചുരിദാർ ഇട്ടൊക്കെ ചെയ്യുക. ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് പർദ്ദ ഇട്ടാലോ എന്ന്. അങ്ങനെ ഇട്ടാണ്. പാത്തുവിൻ്റെ കൈമേൽ ഒരു തൊപ്പി ഉണ്ട് കേട്ടോ ഇടാനുള്ള. പിന്നെ കൈ തരുത്തോ ഇങ്ങനെ ഇറുകി ഇരുന്നിട്ട് തെറ്റാക്കി ഇരുന്നിട്ടേ കൈ തരുത്ത് എടുത്തില്ലല്ലേ. ഞാൻ എന്നിട്ട് എടുക്കുക ഇതെന്താ അവിടെ എഴുത്ത് തന്നെ അപ്പല്ലല്ലോ. കണ്ണൊക്കെ മൂടി എന്താ ഈ ഭാഗം അങ്ങോട്ട്
എനിക്ക് കോളുണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ട് അതാ വരുന്നുണ്ടില്ലേ, സാധനം വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പലഹാരങ്ങളും നുറുക്കുമൊക്കെ വാങ്ങിയതാണ്. എന്താ ചായ കുടിക്കുന്നു മക്കളെ ആണ്. ഇവിടെ ലൈറ്റ് വന്നും പോയി കളിക്കാട്ടാ. ഒന്നോ മമ്മന കഴിച്ചാൽ മതി. ഇതെന്താണെന്ന് തുടയ്ക്കണം. വെള്ളം കഴിഞ്ഞ എനിക്ക് കുപ്പി വരുമോ? കുപ്പിയുടെ മാത്രം നടക്കുമോ? വെള്ളം കുടിച്ചാള് കുടിച്ച് കുഞ്ഞിക്കിളി ഓടിവാ ഓടിവാ. ഒന്നിനെന്തേ വഴി മനസ്സിലാവല്ലേ? മനസ്സിലാവും. അതാ പോണ് ഓടുന്നത് കിട്ടണേ, നല്ല ഭംഗിയുണ്ട്. ഉണ്ടാവും. ഇങ്ങനെ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ച് സമൂസ കഴിച്ചു. ഞാനും മൂപ്പര് കയപ്പം കഴിച്ചു. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ, മറക്കരുതേ. ബൈ.